ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇനി മുതൽ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു ടെക്നിക്കായിട്ടാണ്. ആൻഡ് ടെക്നിക്ക് കേട്ടിട്ടുണ്ടോ? ആൻഡ് ടെക്നിക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ചില ടെക്നിക്സൊക്കെ പ്രയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലൊരു ടെക്നിക്കാണ് എന്ത്? ആൻഡ് ടെക്നിക്ക്. നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ടല്ലേ, എന്ത്? എനിക്ക് പോകാൻ ഇഷ്ടമാണ്, ഇവിടെ പോകാൻ. അതുപോലെ പാൽ കുടിക്കാൻ നല്ലതാണ്, കുടിക്കാൻ. ഇംഗ്ലീഷ് സംസാരിക്കാൻ എളുപ്പമാണ്, സംസാരിക്കാൻ. ഇതുപോലത്തെ വാക്യങ്ങൾ നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അല്ലേ? വരാൻ, പോകാൻ, ചെയ്യാൻ, അതുപോലെ കുടിക്കാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ. ഈ ആനെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കുഞ്ഞു വേർഡാണ്, വളരെ എളുപ്പമാണ്. ടു എന്ന്, TO അല്ലേ, നമ്മളെപ്പോഴും യൂസ് ചെയ്യാറ്, എപ്പോഴും കാണാറുണ്ടല്ലേ ഓരോ വാക്യങ്ങളിലും. ടു, ഫ്രം, ഇതൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത്? ടു. പക്ഷേ അത് ഒരു സെൻറ്റൻസിലോട്ട് വരുമ്പോൾ എന്തിൻ്റെ കൂടെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിന് മുന്നേ ആയിട്ട് ഈ ടൂവിനെ കുറിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പഠിച്ചെടുക്കാം. ഈ ടു എങ്ങനെയാണ് വരിക, ഈ സെൻറ്റൻസിൽ എവിടെയാണ് ചേർക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ, ടു എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷനിലൂടെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദ വേർഡ് ടു ഈസ് എ വേഴ്സറ്റൈൽ പ്രിപ്പോസിഷൻ വിത്ത് വേരിയസ് യൂസസ്. ടു എന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. പ്രിപ്പോസിഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതൊരു വേഴ്സറ്റൈൽ പ്രിപ്പോസിഷൻ ആണ്. ഒരുപാട് വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ മീനിങ് നൽകുന്ന പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. ടു എന്നത് നമുക്ക് ഒരുപാട് സെൻറ്റൻസിൽ നമ്മൾ എപ്പോഴും കാണാറുണ്ട് അല്ലേ. അതൊക്കെ എന്താ, ഒരു പലതരം മീനിങ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ആൻ എന്ന മീനിങ്ങിലാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ ഇറ്റ്സ് കൺവേസ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേർഡ്സ്, ആക്ഷൻസ് ആൻഡ് ഐഡിയാസ്. വേർഡ്സിനെ, വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഐഡിയാസിൻ്റെയൊക്കെ ബന്ധത്തെ ഇത് കൺവേ ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ പഠിക്കാം. ഈ ടു വേർബിൻ്റെ ശേഷമാണോ വേർബിൻ്റെ മുന്നേ ആണോ വരുന്നത് നോക്കാം. ഇവിടെ നോക്കിക്കേ, അവൻ പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. ഹി ഈസ് ട്രൈയിങ് ടു ഫിനിഷ് ദ പ്രൊജക്റ്റ്. ട്രൈയിങ് ടു ഫിനിഷ്, ടു കഴിഞ്ഞിട്ടാണ് എന്ത് കൊടുത്തത്? വേർബ് കൊടുത്തത് അല്ലേ. ഫിനിഷ്, പൂർത്തിയാക്കാൻ, ടു ഫിനിഷ് എന്ന് പറയാം. അതുപോലെ അവൾ നൃത്തം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നൃത്തം ചെയ്യാൻ എന്നാണ് കേട്ടോ. ഷീ ലവ്സ് ടു ഡാൻസ്, ലവ് ടു ഡാൻസ്. ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ ആ സെൻറ്റൻസിലുള്ള ആക്ഷൻ അത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടെ, എങ്കിലേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഈ എക്സാമ്പിൾ നോക്കിക്കേ, നിങ്ങളെ കാണാൻ ഞാൻ ആകാംക്ഷയിലാണ്. ഐ ആം ഈഗർ ടു മീറ്റ് യു. ടു മീറ്റ് യു എന്നാണ് വന്നത് അല്ലേ. കാണാൻ, ടു മീറ്റ് യു. കാണുക എന്നത് മീറ്റ്, അതുപോലെ കാണാൻ എന്ന് പറയാൻ ടു മീറ്റ്. അടുത്ത് നോക്കിക്കേ, ഞാൻ ഡോക്ടറാകാൻ പഠിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ് ടു ബിക്കം എ ഡോക്ടർ. ടു ബിക്കം, ആകാൻ, ഡോക്ടർ ആകാൻ എന്ന് പറയാനായിട്ട് ടു ബിക്കം എ ഡോക്ടർ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, അവൻ ഗിറ്റാർ വായിക്കാൻ പഠിക്കുന്നു. അതെങ്ങനെയാണ് പറയുക? ഹി ഈസ് ലേണിംഗ് ടു പ്ലേ ദ ഗിറ്റാർ. ഇവിടെ പ്ലേ എന്നത് കളിക്കുക എന്ന മീനിങ് അല്ല കേട്ടോ, വായിക്കാൻ. പ്ലേ ദ മ്യൂസിക്, പ്ലേ ദ ഗിറ്റാർ എന്നൊക്കെയാണ് നമ്മൾ പറയാറില്ലേ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. അവളുടെ ലക്ഷ്യങ്ങൾ നേടാൻ അവൾ കഠിനമായി പരിശ്രമിക്കുന്നു. എങ്ങനെയാ പറയാ? ഷീ ഈസ് വർക്കിംഗ് ഹാർഡ് ടു അച്ചീവ് ഹർ ഗോൾസ്. വർക്കിംഗ് ഹാർഡ് ടു അച്ചീവ്. ടു അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടാൻ. കൂടുതൽ എക്സാമ്പിൾസ് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല കേട്ടോ. ലാസ്റ്റാണ്, അവൻ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാ പറയാ? ഹി ഈസ് ട്രൈയിങ് ടു ഫിക്സ് ദ ഇഷ്യൂ. ടു ഫിക്സ് എന്താ? പരിഹരിക്കാൻ. പരിഹരിക്കാൻ എന്ന് പറയാൻ ഫിക്സ് മതി. പരിഹരിക്കാൻ എന്ന് പറയാൻ എന്താ? ടു ഫിക്സ്. അതുപോലെ അവൾ മനസ്സിലാക്കാൻ പാടുപെടുകയാണ്. ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ടു അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കാൻ. ഇതുപോലെയാണ് നമ്മൾ ഇംഗ്ലീഷിലെ ഓരോ സെൻറ്റൻസ് മേക്ക് ചെയ്യണം കേട്ടോ. ടു അണ്ടർസ്റ്റാൻഡ്, ടു ഫിക്സ്, അതുപോലെ ടു ഡ്രിങ്ക്. ഇതുപോലെ ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കുടിക്കാൻ. ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോകാൻ. ടു സിങ് എന്ന് പറഞ്ഞാൽ എന്താ? പാടാൻ. ഇങ്ങനെയാണ് പറയുക കേട്ടോ. സോ ഗായ്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് സ്വന്തമായിട്ടൊന്ന് പറയാനോ അല്ലെങ്കിൽ കമൻ്റായിട്ടെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സോ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.